നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് CPM-ന്റെ അല്ലെങ്കിൽ ഇടതുമുന്നണിയുടെ വർഗീയതയെ പറ്റിയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. CPM ആദ്യം മുതൽ തന്നെ ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് നമ്മളേവരും പറഞ്ഞുകൊണ്ടേയിരുന്നതാണ്. ഇപ്പോൾ അതിന് പല കാരണങ്ങൾ നമ്മളുടെ മുന്നിലുണ്ടായിട്ടും ഏറ്റവും പ്രത്യക്ഷ ഉദാഹരണമായി ഒരു കാര്യം കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ്. എന്താണെന്നല്ലേ? CPM പത്രപരസ്യത്തിലും വർഗീയത പരത്തിയിരിക്കുന്നു. മുസ്ലിം വായനക്കാരുള്ളിടത്ത് മുസ്ലിം പ്രീണനവും ക്രിസ്ത്യൻ വായനക്കാർക്ക് ക്രിസ്ത്യൻ പ്രീണനവും ആഞ്ഞടിക്കുകയാണ് സമസ്ത. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് CPM നൽകിയ പത്രപരസ്യങ്ങൾക്കെതിരെ സംസ്ഥാന നേതാവ് നാസർ ഫൈസി കൂടത്തായി. സംസ്ഥയുടെ കീഴിലുള്ള സുപ്രഭാതം പത്രത്തിൽ മുസ്ലിം സംരക്ഷകരായി ഇടതുപക്ഷ മേന്മയുള്ളൂവെന്ന ആഖ്യാനത്തിലുള്ള പരസ്യമാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ക്രൈസ്തവ സഭയുടെ മുഖപത്രമായ ദീപികയിൽ ഓർമ്മപ്പെടുത്തലാണ് മണിപ്പൂർ, ഇടതില്ലെങ്കിൽ ഇന്ത്യയിലെന്ന ഓർമ്മപ്പെടുത്തൽ എന്ന പരസ്യമാണ് നൽകിയിരിക്കുന്നത്. ഇതിനെതിരെയാണ് നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയത്. ഇതാണ് CPM-ന്റെ വർഗീയത. മലപ്പുറത്തും പൊന്നാനിയും മുസ്ലിം ഭൂരിപക്ഷ സ്ഥലത്ത് മുസ്ലിം പേരുള്ള സ്ഥാനാർത്ഥികൾ, ഹിന്ദു പ്രദേശത്ത് ഹിന്ദു സ്ഥാനാർത്ഥികൾ, ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശത്ത് ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ. പത്രപരസ്യം പോലും മുസ്ലിം വായനക്കാരുള്ളിടത്ത് മുസ്ലിം പ്രീണനം, ക്രിസ്ത്യൻ വായനക്കാർക്ക് ക്രിസ്ത്യൻ പ്രീണനം. തനി വർഗീയത. തത്വമോ വർഗരാഷ്ട്രീയവും സഖാവിന്റെ മതനിരപേക്ഷ എന്നാണ് അദ്ദേഹം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിന് മറുപടിയായി അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മതേതരത്വം വേണമെന്ന് പറയുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷം. പക്ഷേ എന്ത് മതേതരത്വമാണ് ഇവർ ഉയർത്തുന്നത്? കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ് ഹൈന്ദവ ആചാരങ്ങളെ അവഹേളിക്കുകയും ഒപ്പം മറ്റുള്ളവരുടെ ആചാരങ്ങളെ പുൽകാനും നടത്തുന്ന പിണറായി വിജയന്റെ ശ്രമം. അതിനെതിരെ നിരവധി തവണ നമ്മളേവരും പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തിയിരുന്നു. ഏതായാലും പത്രപരസ്യവുമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്തുമ്പോൾ പോലും ഈ വർഗീയ പ്രീണനം മറ നീക്കി, CPM-ന്റെ വർഗീയ പ്രീണനം മറ നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. പുരോഗമനക്കാരാണ് ഇവിടെ കുഴച്ചു മറിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ മതനിരപേക്ഷത മാത്രമേ ഉള്ളൂ, വർഗീയതയാണ് BJP പുലർത്തുന്നതെന്ന വാദം വെച്ച് പുലർത്തുമ്പോഴും യഥാർത്ഥത്തിൽ വർഗീയത പുലർത്തുന്നത് CPM ആണ്. അവരുടെ വർഗീയ നയമാണ് ഇപ്പോൾ നമ്മൾ പുറത്തു കാണുന്നത് എന്ന് വ്യക്തമാവുകയാണ്.